എവ്രിവൺ, അപ്പോൾ നമുക്ക് ഇന്നൊരു അയിലക്കറി വെച്ചാലോ. അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ തക്കാളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും സവാളയും തക്കാളിയൊക്കെ ഞാൻ എടുത്തത് കുറച്ച് മസാല മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അതിലേക്ക് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പതിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ അയില മീനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയാവും. എന്നിട്ട് നല്ല ചൂട് ഒറോട്ടിയുടെ കൂടെയാണ് ഞാൻ ഇന്ന് അയിലക്കറി കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.